എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് 2 പണി കിട്ടി. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 3:50 വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. നാട്ടിൽ പോകാനാട്ടോ. അപ്പോൾ ചാലക്കുടി. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി 3:50 ഇറങ്ങി. ചാലക്കുടി എത്തിയപ്പോൾ 7 മണിയായി. ശരിക്കും പറഞ്ഞാൽ അത്രയും ടൈമൊന്നും വേണ്ട. ഒരു 5:30 അത്രയും മണി, 5:30 അല്ലെങ്കിൽ 6 മണി കൂടി, അത്രയും ടൈം മിനിമം അത്ര മതി. അത്രയും യാത്ര ഉള്ളൂ. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ 7 മണിയായി. അപ്പോൾ എന്താ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ പണി. പിന്നെ അന്ന് ഞാൻ പോയപ്പോൾ ലുലുവിൽ ഓഫറായിരുന്നു. ഇത്ര 50% അങ്ങനെ എന്തോ ഓഫറായിരുന്നു. അതുകൊണ്ട് എടപ്പള്ളി കഴിഞ്ഞു പോകാൻ വേണ്ടി 1 മണിക്കൂർ എടുത്ത്, പാലാരിവട്ടം ടു എടപ്പള്ളി പാസ് ചെയ്യാൻ 1 മണിക്കൂർ എടുത്ത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഈ ലുലുവിൽ ഓഫറൊക്കെ വരുമ്പോൾ ഒന്ന് ഈ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ മിനിമം ഈ റോഡിലൂടെ പോവാതെ ട്രെയിനിലൊക്കെ ഒന്ന് യാത്ര ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് പറ്റുന്ന ആ സമയത്ത് നിങ്ങൾക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്തൂല. കാരണം ഈ ലുലുവിലൊക്കെ ഓഫർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ എന്തായാലും വരും. അപ്പോൾ അവിടെ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഫസ്റ്റ് പണി, എനിക്ക് കിട്ടിയ പണി, അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെയുള്ള അടുത്ത പണി എന്താണെന്നറിയോ? ദയവേത് ആരും തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വരുമ്പോൾ ഈ പാലാരിവട്ടം, കലൂർ ആ വഴിയൊന്നും നിങ്ങൾ പോകരുത്. അതിലൂടെ പോയിക്കഴിഞ്ഞാൽ, വൈകിട്ട് ആ ഭാഗത്തോടൊക്കെ പോയിക്കഴിഞ്ഞാൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ലുലുവിൻ്റെ ഓഫർ ഉണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഈ വൈറ്റില അങ്ങനെ വൈറ്റില സൈഡിലൂടെ ഞാൻ പോകാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നേരെ എറണാകുളം ടൗൺ വഴി പോകാൻ നോക്കി. പോയി എടപ്പള്ളി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്ലോക്ക്. അത് 7 മണിക്ക് ഞാൻ എടപ്പള്ളി എത്തിയിട്ടാണ്. എന്നിട്ട് വീട്ടിലെത്തിയത് 8:30-ക്കാണ്. അപ്പോൾ വൈകിട്ടുള്ള സമയത്ത് നിങ്ങൾ വൈറ്റില ആ ഒരു നാഷണൽ ഹൈവേ കൂടെ മാത്രം സഞ്ചരിക്കുക. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എറണാകുളം ഭാഗത്തോട്ട് പോവാം. അങ്ങനെ പോവാം. അല്ലാതെ നിങ്ങൾ എറണാകുളം ടൗണൊന്നും കയറല്ലേ. നിങ്ങൾ ഇരുന്നിരുന്ന് മടുക്കും. കാറിലോ ബൈക്കിലൊക്കെ ഇരുന്നിരുന്ന് മടുക്കും. ബൈക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും